ശമ്പളം വൈകിയതിന്റെയും ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിന്റെയും പതിവ് പരാതികളില്ലാതെ ഓണാഘോഷം കളറാക്കി KSRTC കണ്ണൂർ ഡിപ്പോ. കാലങ്ങൾക്ക് ശേഷമാണ് പരിഭവങ്ങളില്ലാതെ ജീവനക്കാർ ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നത്. കാണാനെത്തിയ മാവേലിക്കും KSRTCയിലെ നല്ല മാറ്റങ്ങൾ സന്തോഷമാണ്. നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അങ്ങനെ കണ്ണൂർ KSRTCയുടെ ഓണാഘോഷം പൊടിക്കുകയാണ്. ഇവിടെ പൂക്കളമൊക്കെ റെഡിയായിട്ടുണ്ട്. മാവേലി അല്പസമയത്തിനകം വരും എന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണ ഒരു വലിയ ആഘോഷത്തിലേക്കാണ് KSRTC? അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു ഓണാഘോഷം ഇവിടെയൊന്നും കണ്ടിട്ടില്ല. ശരിക്കും ഓണം പൊന്നോണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്രാവശ്യമാണ് കണ്ണൂർ ഡിപ്പോയിൽ നടത്തിയിട്ടുള്ളത്. കാരണം നിരവധി വർഷത്തെ എനിക്ക് കണ്ണൂരിൽ പരിചയങ്ങളുണ്ടെങ്കിലും ഇതുവരെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇതുവരെ ഓണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ആദ്യം തന്നെ പറയാം, കണ്ണൂരിലെ മുഴുവൻ ജീവനക്കാരും അതുപോലെ മുഴുവൻ സംഘടനയും എല്ലാവരും യോജിച്ച് ചേർന്നുകൊണ്ട് ഒരു അതിഗംഭീരമായ ഓണമാണ് ഇപ്രാവശ്യം ആഘോഷിക്കപ്പെടുന്നത്. ഏതായാലും അങ്ങനെ ഒത്തൊരുമയോടുകൂടിയുള്ള ഓണമാണ് കണ്ണൂർ KSRTCയിൽ നടക്കുന്നത്. നമുക്ക് അവരുടെ പൂക്കളം കാണാം, KSRTCയുടെ ലോഗോയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ മാറ്റങ്ങൾ KSRTCയിൽ കൊണ്ടുവരുന്നു. KSRTC ന്യൂജനാവുന്നു, പുതിയ ബസ്സുകൾ വരുന്നു. അതിൻ്റെതായ ആവേശം ഈ KSRTC ജീവനക്കാരിലും കാണാനുണ്ട് എന്നുള്ളതാണ്. ഒരാൾ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ആഘോഷമെല്ലാം അടിപൊളി തന്നെ, ഇതുവരെ ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. സന്തോഷം. എല്ലാവരും നിങ്ങൾക്ക് ഭയങ്കര ഒരു എനർജിയിലാണ്. ഈ എനർജി തന്നെയാണോ ബസ്സിൽ പോകുമ്പോഴും? ഇത് തന്നെയാണോ? ഇത് തന്നെയാണ് ബസ്സിൽ. എല്ലാം കൊണ്ടും നമുക്ക് ശമ്പളമായാലും അതുപോലെ അലവൻസുകളായാലും അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. 31-ാം തീയതി തന്നെ ശമ്പളം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഒത്തുചേർന്നതിന്റെയും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെയും എല്ലാം പ്രതിസന്ധി കുറേശ്ശെ കഴിഞ്ഞു വരുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഡ്യൂട്ടി പോകുമ്പോൾ എല്ലാവരും തനിച്ചാ പോകുന്നു. ആരും ഒരുമിച്ച് കാണുന്ന ഒരു അന്തരീക്ഷമില്ല. ഇങ്ങനെ ഓരോരോ അവസരങ്ങൾ മാത്രമേ നമ്മൾ ഒരുമിച്ച് കാണുന്നുള്ളൂ. എൻ്റെ ഈ സർവീസിനിടയിൽ ഇതുപോലൊരു കൂട്ടായ്മ നമുക്ക് ഇതുവരെയും സംഘടിപ്പിച്ച് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ ജീവനക്കാരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ച ഒരു ഓണം, ആ രീതിയിലാണ് ഇത്തവണത്തെ ഓണത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഇത് തുടക്കമാവട്ടെ, വരും വർഷങ്ങളിലും നല്ല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കും. കണ്ണൂർ ഡിപ്പോയിലെത്തിയ മാവേലി എങ്ങനെയാണ് കണ്ണൂരിലെ KSRTC ബസ് എന്നൊക്കെ ഓടിച്ചു നോക്കുന്നത്. മാവേലിയുടെ കൊട തൽക്കാലം എന്റെ കയ്യിലാണ്. മാവേലി എങ്ങനെയുണ്ട്? നമ്മുടെ ബസ്സെല്ലാം സെറ്റാണോ? ഇപ്പൊ ബസ്സിനൊന്നും യാതൊരു കുഴപ്പമില്ല, നല്ല അടിപൊളി ബസ്സുകളാണ്. നമുക്ക് ഇപ്രാവശ്യത്തെ KSRTCക്കാരുടെ ഓണം എന്ന് പറഞ്ഞാൽ കളർ ഓണമായിട്ടാണ് എനിക്ക് എൻ്റെ ഈ ഒരു പ്രജകളുടെ ഇടയിൽ നിന്ന് കിട്ടിയ അഭിപ്രായം. വളരെ മനസ്സംതൃപ്തിയോട് കൂടിയാണ് ഞാൻ ഈ ഓണം കഴിഞ്ഞ് മടങ്ങുക. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടമായിരുന്നു നമ്മുടെ ഈ KSRTCയിലുള്ള അകത്തുള്ള സങ്കടം. അതൊക്കെ മാറിക്കൊണ്ട് വരികയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഓണം ആഘോഷിക്കുക. ഇപ്പോഴും ഇപ്രാവശ്യത്തെ ഓണം കളറായി മാറി എന്നറിഞ്ഞതിൽ എനിക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു നല്ലൊരു മനസ്സംതൃപ്തി കൂടിയാണ്. ഈ പറഞ്ഞതുപോലെ KSRTCക്ക് ഒരു പുതിയ മുഖം, പുതിയ ഊർജം ഒക്കെ കൈവരികയാണ്. ആ ഊർജം അത് ജീവനക്കാരിലൊക്കെ എത്തുന്നു. ഒപ്പം തന്നെ ഇവരുടെ ഈ ഐക്യവും കൂട്ടായ്മയും എല്ലാം തന്നെ ഈ വകുപ്പിനെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാത്തക്ക വിധത്തിലേക്ക് മാറ്റും എന്നുള്ളതിലൊരു സംശയവുമില്ല. ഈ ഓണാഘോഷവും അതിനുള്ള വേദിയാക്കി തന്നെയാണ് ഇവർ മാറ്റുന്നത്. കണ്ണൂരിൽ നിന്നും മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.